വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം ഉത്സവാഘോഷങ്ങളിൽ കാലോചിതമായിട്ടുള്ള മാറ്റവും പരിഷ്കാരവും വേണമെന്നുള്ളതാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തൃശൂർ മുണ്ടിക്കത്തോടുണ്ടായിട്ടുള്ള വെടിക്കെട്ട് പുരയിലെ സ്ഫോടനത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ജനങ്ങൾക്ക് ഇതേക്കുറിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത്? അവരുടെ പ്രതികരണങ്ങൾ നമുക്കൊന്ന് ആരാഞ്ഞു വരാം. കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ വെടിക്കെട്ട് അപകടങ്ങൾ നടക്കാറുണ്ട്. ഇവിടെ പുറ്റിങ്ങിൽ ഇത് കണ്ടപ്പോഴും കുറേ നാൾ ഇതുപോലെ ഇങ്ങനെ മാറ്റി വെച്ചു. വർഷങ്ങൾക്ക് മുമ്പ് മലനട അവിടെ ഇതിന് തീ പിടിച്ചപ്പോഴും അന്നും കുറേ നാൾ ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചു. പിന്നീട് എല്ലാം ഇങ്ങനെ ഓപ്പൺ ആക്കി അങ്ങനെ വരാറുണ്ട്. അതിങ്ങനെ നടക്കാറുള്ളതാണ്. പിന്നെ ഇത് വിശ്വാസത്തിൻ്റെ ഭാഗമൊന്നും അങ്ങനെ പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് സേഫ്റ്റി മുൻനിർത്തിയ സുരക്ഷ മുൻനിർത്തിയിട്ടുള്ള എല്ലാ കാര്യത്തിനും ആർഭാടങ്ങൾ ആവുന്നതിന് നമുക്ക് യാതൊരു ഇതും പറയുന്നില്ല. ഇതെല്ലാം നിരോധിക്കേണ്ട സമയം കഴിഞ്ഞെന്നാണ്. കാര്യം വെടിക്കെട്ട് വേണം. അത് ഈ സാധാരണ രീതിയിലുള്ള ഒരു ഇത് ചെറിയ രീതിയിലുള്ള സംഭവങ്ങൾ വേണം. ഇത്രയും ആൾക്കാരെ നിർത്തി ഈ വെടിപ്പുര പോലെ ഇതിനെ തീർത്തിയത് എത്രാമത്തെ പ്രാവശ്യമാണ് ഇതിങ്ങനെ വരുന്നത്. എന്നിട്ടും ജനങ്ങളുമല്ല അധികാരികൾ പഠിക്കുന്നുമില്ല. സിസ്റ്റം തകരാറിലാണെന്ന് നമുക്ക് പറയാം. ഇതിപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രമായിട്ട് ഈ വെടിക്കെട്ട് ഒരിക്കലും തീരില്ല. ഇതിപ്പോൾ അതിൻ്റെ പുറകെ നിൽക്കുന്ന ഒരുപാട് തൊഴിലാളികൾ കാണും. പിന്നെ അവരെയും പുനരധിവസിപ്പിക്കുകയാണ്. അത് വേണ്ടെന്ന് നമ്മൾ പറയാനില്ല. കാര്യം എന്താണ് ചെയ്യണമെങ്കിൽ അതിനൊരു സുരക്ഷ വേണം. കാര്യം ഒരു കേസ് അന്വേഷിക്കാൻ വന്നു കഴിഞ്ഞാലും വരുന്നവർ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുത്തേ പറ്റുള്ളൂ. പഴയ ആചാരങ്ങളുടെ ഭാഗമായിരുന്നു ഇത്. പക്ഷേ ഇതെല്ലാം മാറ്റേണ്ട സമയമാണ്. ആനയും സ്ഫോടക വസ്തുക്കളും എല്ലാം ആചാരത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട സമയം കഴിഞ്ഞു. ആളുകളുടെ ജീവനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് എന്ന് പറയുമ്പോൾ ആചാരവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ വീണ്ടും ബുദ്ധിമുട്ടിക്കുക, അവരെ ജീവനെടുക്കുക, അതിനൊക്കെ അവർ അറിവ് വരുത്തേണ്ട സമയമാണ്. ഏതാനും മണിക്കൂറുകൾ കോടികൾ കണക്കിന് ഇങ്ങനെ കത്തിച്ചു കളയണ അന്ധവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഇത്തരം പ്രവണതകൾ 16 ജീവനാണ് പൊലിഞ്ഞത്. ആ കുടുംബമാണ് പൊലിഞ്ഞത്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള വൃത്തികെട്ട പരിപാടികൾ നിർത്തിവെച്ച് ഇത് പാവങ്ങൾക്ക് അവിടെ തന്നെ ആ നാട്ടിൽ തന്നെ ഉള്ള പാവങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. അവർക്ക് വീട് വെച്ച് കൊടുക്കുക. എന്തിനും ഇങ്ങനെ പോച്ചു കളയണത്? ആ ദൈവം പോലും സഹിക്കില്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള എല്ലാ പരിപാടികളും ഞാൻ ഹിന്ദുവാണ്, എനിക്ക് ഹിന്ദു ദൈവത്തിനെ എതിർക്കുകയല്ല. പക്ഷേ ഇതൊക്കെ നിർത്തലാക്കേണ്ട കാലം കഴിഞ്ഞു. പരിഷ്കാരം വേണമെന്ന് വെച്ചാൽ ജനങ്ങൾ തന്നെ തീരുമാനം എടുക്കണം. ആവശ്യമില്ലാതെ ഈ വെടിക്കെട്ടൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല.